ഉപതെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. എന്താണ് അങ്ങനെയൊരു കണക്കുകൂട്ടലിൻ്റെ ബേസ്? അല്ല, നമുക്ക് ഇലക്ഷൻ രംഗം കണ്ടിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ്. വയനാട്ടിൽ പ്രിയങ്ക വയനാടിൻ്റെ ഒരു പ്രിയങ്കരയായി മാറിയ ഒരു സിറ്റുവേഷൻ അവിടെ ചെല്ലുന്ന ആർക്കും മനസ്സിലാകുമായിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിനും BJPക്കും ഒക്കെ ഇലക്ഷനിൽ കൈവന്ന ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയ വോട്ട് ബഹുഭൂരിപക്ഷവും പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷം കുറയില്ല. പാലക്കാടും ചേലക്കരയിലും ഒക്കെ അവിടുത്തെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തവണ UDF ജയിക്കും. അതാണ് തോന്നുന്നത്. അത്രയല്ലേ ഇലക്ഷനിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പാലക്കാട് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ചേലക്കര സിറ്റിംഗ് സീറ്റാണല്ലോ CPMൻ്റെ. അത് UDF തിരിച്ചു പിടിക്കും എന്ന് കരുതുന്നതിൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണ്? അല്ല, ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള UDFൻ്റെ യോഗങ്ങളിലൊക്കെ വന്ന ആൾക്കൂട്ടം, ഞാനവിടെ കുറേ പരിപാടിയിൽ പോയിരുന്നു. അത് അസാധാരണമായ നിലയിലുള്ള ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് കാണുന്നുണ്ട് ആളുകളുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് UDFൻ്റെ ഒരു ട്രെൻഡാണ് അവിടെ എന്നുള്ളത് തോന്നിയിട്ടാണ് ജയിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിലാണല്ലോ ഇന്നലെ പൊതുയോഗത്തിലേക്ക് സംസാരിച്ചത്. അല്ല, അത് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് ഒരു ആംഗിളിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് കൊണ്ട് പറയുന്നതാണ്. അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് ശിഹാബ് തങ്ങളായാലും ഇപ്പോഴത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളായാലും ഒക്കെ അവർ വളരെ സൗമ്യരും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ നിഷ്പക്ഷ നിലപാടെടുക്കുന്നവരും സർവോപരി സാമുദായിക സൗഹാർദ്ദത്തിന് നിൽക്കുന്നവരുമാണ്. അതുകൊണ്ട് ആ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡൈലൂഷൻ, വെള്ളം ചേർക്കൽ അവർ നടത്തും എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞവർക്ക് അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളായാലും താങ്കളായാലും വളരെ സക്രിയമായ ഇടപെടലാണ് മുനമ്പം വിഷയത്തിൽ തുടക്കം മുതലേ നടത്തുന്നത്. അതിലൊക്കെ ഇനിയും സജീവമായി തന്നെ ലീഗിൻ്റെ പങ്കാളിത്തം ഉണ്ടാകുമല്ലോ അല്ലേ പ്രശ്നം പരിഹരിക്കാൻ? തീർച്ചയായിട്ടും ഞങ്ങൾ പോയി ഗവൺമെൻറ്റിനെ കാണും. ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രസ്റ്റീജും ഇല്ല. കാരണം ഇത് പൊളിറ്റിക്കലല്ല, ഇത് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതിനെതിരായിട്ടുള്ള വളരെ ശക്തമായ ഒരു മൂവാണ് ഞങ്ങൾ നടത്തുന്നത്. അതിപ്പോൾ ഇന്ന് പോളിംഗ് കഴിയും, 2 ദിവസം കഴിഞ്ഞാൽ പോളിംഗ് കഴിഞ്ഞു. പക്ഷേ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. ഈ വിഷയത്തിൽ തുടർന്നു. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് അവിടെ നിന്നുള്ള CPM MLAയും കോൺഗ്രസ് MLAയും ഞാനും കൂടിയാണ് ചെന്ന് നിവേദനം നടത്തിയത്. അപ്പോൾ അതിൽ ഈ കാര്യത്തിൽ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മൂവാണ്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചെന്ന് കാണുക തന്നെ ചെയ്യും. പ്രതിപക്ഷ നേതാവും ആയിട്ട് ആലോചിക്കും, മുഖ്യമന്ത്രിയായിട്ടും ആലോചിക്കും. അതിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാനാണ് നോക്കുക. 22-ന് ഉന്നതാധികാര യോഗം എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് ലീഗ് കാണാൻ ശ്രമിക്കുമോ മുഖ്യമന്ത്രിയെ? അങ്ങനെയില്ല, അവരെ യോഗം അവർ മാത്രമുള്ളൊരു യോഗമാണ്. അത് നടക്കട്ടെ. നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷം കിട്ടുന്ന സമയം അനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അത് ഞാൻ പ്രതിപക്ഷ നേതാവിനോടും സംസാരിക്കുന്നുണ്ട്, CMനോടും സംസാരിക്കുന്നുണ്ട്. അത് വേറെ. ഏതെങ്കിലും രീതിയിൽ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ലീഗിന് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സന്ദീപ് വാര്യർ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം. വളരെ കോടിയലായിട്ടുള്ള വ്യക്തിബന്ധമുള്ള ആൾ തന്നെയായിരുന്നു BJPയിലാവുമ്പോഴും. പക്ഷേ BJPയിലാവുമ്പോൾ അവർക്കനുസരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് ശരിയല്ല എന്നിപ്പോൾ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം ഇനി ആ വർത്തമാനം പറയണ്ടെന്ന് വെച്ചു. ഐഡിയോളജി മാറി ഈ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു തരത്തിലുള്ള ആശങ്കയില്ല, നല്ലതേ ഉള്ളൂ. കാരണം കോൺഗ്രസിന് ആളുകൾ വിട്ട് BJP പോകുന്നതാണല്ലോ അവരൊക്കെ പ്രചരിപ്പിക്കൽ. BJPന്ന് ആൾ വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന കാണുമ്പോൾ സന്തോഷമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ പാണക്കാട്ടെ കുടുംബമായിട്ടും ലീഗുമായിട്ടൊക്കെ സന്ദീപ് വാര്യർക്ക് നേരത്തെ നല്ല ഊഷ്മള ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ പെരിന്തൽമണ്ണയിലുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് വ്യക്തിപരമായി വളരെ അറിയുന്ന ആളാണ്. UDFന് ഗുണകരമാകും ഭാവിയിലുള്ള ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ ഒരു UDFൻ്റെ നിലപാട് പുറത്തേക്ക് എത്തിക്കുന്നതിലേക്ക് സന്ദീപിൻ്റെ വരവ് ഗുണം ചെയ്യും. അല്ല, ഈ വരവ് തന്നെ ഒരു ഗുണമാണല്ലോ. കാരണം കോൺഗ്രസിലേക്ക് BJPയിൽ വിട്ടു വരുന്നു. അത് ഒരു വിഭാഗീയ നിലപാടെടുക്കുന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി മതേതര നിലപാടിലേക്ക് ആൾ വരികയല്ലേ. അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. എല്ലാ BJPക്കാരും കോൺഗ്രസ് ചേർന്നാൽ അല്ലെങ്കിൽ മറ്റു മതേതര പാർട്ടികളിൽ ചേർന്നാൽ നമ്മൾ സന്തോഷിക്കണ്ടേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
BJP ഒരു കുറച്ചൊരു വിഭാഗീയ സ്റ്റാൻഡ് എടുക്കുന്നവരാണല്ലോ, അവരും അത് സമ്മതിക്കുമല്ലോ. മറ്റവരൊക്കെ മതേതര സ്റ്റാൻഡ് എടുക്കുന്നവരാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്ത രീതിയിൽ ഒരു മുന്നണി വിട്ട് ഇപ്പുറത്തേക്ക് നേതാക്കൾ വരുന്നു, അല്ലെങ്കിൽ ഒരു നേതാവ് വരുന്നു, BJP-യിൽ നിന്ന് ഒരു നേതാവ് UDF-ലേക്ക് വരുന്നു. ഇങ്ങനെ മൊത്തത്തോടെ ഒരു കൂട് വിട്ട് കൂട് മാറ്റും. ഏതെങ്കിലും രീതിയിൽ ആശയക്കുഴപ്പം ഈ വോട്ടർമാർക്ക് ഉണ്ടാക്കുമോ ഇങ്ങനത്തെ ഈ കൂടുമാറ്റമൊക്കെ? അല്ല, വോട്ടർമാർ കോൺഗ്രസിലേക്കുള്ള വരവ് അത് വ്യത്യസ്തമായി കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ BJP-ക്ക് പോകുമ്പോൾ അത് കേന്ദ്രത്തിൽ അധികാരമുള്ള ഒരു പാർട്ടിയാണ്. ഇവിടെ കേരളത്തിൽ അതിലേക്ക് പോകുമ്പോൾ ഇവിടെ അധികാരമുള്ള പാർട്ടിയാണ്. കോൺഗ്രസിലേക്ക് ഇപ്പോൾ എന്തിനാ ആൾ പോണേ? അവർക്ക് അധികാരമൊന്നുമില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാൾ പോകുന്നു എങ്കിൽ അത് വ്യത്യസ്തമായി തന്നെ ജനം കാണും. അത് ഐഡിയോളജിക്കലാണ് എന്ന് ജനത്തിന് ബോധ്യമാവും. വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യും ഇക്കുറി, അല്ലേ? തീർച്ച. ഇത്തവണ ജനങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച് വോട്ട് ചെയ്യും. UDF നല്ല വിജയം ഉണ്ടാക്കും. ആലോചനാ ശേഷിയോടുകൂടി തന്നെ ഇക്കുറി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജിനൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.